അച്ഛൻ വരെ ഞങ്ങളുടെ അടുത്ത ട്രിപ്പിനുള്ള പ്ലാനായി. എല്ലാവരും സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നാട്ടിൽ പോകണാണ്. കുറേ പേരുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ വരെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനിയിപ്പോൾ ബീച്ചാണ് പോകുന്നത്. ബീച്ചിൻ്റെ പേരൊന്നും അറിയില്ലേ. നമുക്ക് പോണ വഴിയിലെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് കാറ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഒരു ചെറിയ ചായ കുടിക്കണം പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നേരെ ബീച്ചിൽ പോകണം. അപ്പോൾ ചായ കുടിക്കുന്ന വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നമ്മൾ വണ്ടി എടുത്ത് നമ്മളിപ്പോൾ റൂമിൽ നിന്ന് എല്ലാം ഫുള്ള് പാക്ക് ചെയ്ത് വണ്ടിയിലാക്കി. ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ ഈ റൂമിലേക്ക് വരില്ല. ഇനി ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് അപ്പോഴേക്ക് ഏകദേശം ഒരു വൈകുന്നേരം ആവും. അങ്ങനെ നമ്മൾ നേരെ പാലക്കാട് വിടുകയാണ്. പുതിയ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടായിരിക്കും ഇപ്പോൾ കണ്ടിന്യൂസ് വ്ളോഗും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ കാഴ്ചകളൊക്കെ കാണാം. എങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നമ്മുടെ ബോസിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ബോസിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുക. ബോസിന്റെ കുറച്ച് കിളിക്കൂടും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. ബാക്കിലാണ്. കിളിക്കൂടോട് ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. ആള് ആരുണ്ടാക്കണേ? മനാഫൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കണേ. പക്ഷെ ഉണ്ടാക്കണ വീഡിയോ കൂടെ കാണണം. സെറ്റപ്പ് ആയിക്കട്ടെ. ആളെ ഒറ്റയ്ക്ക് ഉണ്ടാക്കലാട്ടാ ഇവിടെ. ഇത് ലവ് ബേർഡ്സിന്റെ കൂടാ. ഒരു മൃഗസ്നേഹിയാണല്ലേ മനാഫക്ക. എടുത്തു ഗേസ്. ഇതാണ് ഗേസ് നമ്മുടെ ബോസിന്റെ കിളിക്കൂട്. മനാഫക്ക ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാണേ. അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരൂല്ലേ? ഓ മാൻ. മൊയില്, മീന്, പിന്നെന്താ ചെറിയ ഫിഷിംഗ് ഫ്രീക്സിന്റെ സെറ്റപ്പ് ഒക്കെ അവിടെ ഉണ്ട്. ഗേസ് അടിപൊളിയാ. വെള്ളം വരട്ടെ പുഴയില് വെള്ളം വരട്ടെ. ഓ മേ. സ്വിച്ചൊക്കെ ഉണ്ട്. തൊട്ടാ മതിയാ. മൊയില് ആളൊറ്റയ്ക്ക് ഉണ്ടാക്കിയ സംഭവങ്ങളാട്ടോ ഈ കാണുന്നെല്ലാം. ആളുടെ ഒറ്റയ്ക്കുള്ള ക്രിയേറ്റിവിറ്റിയാണ്. നിറയെ കിളിക്കൂട് കാര്യങ്ങള്. ഇതെന്നാ മൊയിലും കൂടാ. മതിയായ കിളിട്ടാ. ഫുള്ള് ഒരു കിളീന്റെ ഒരു സെറ്റപ്പ് ഫുള്ള് ഇങ്ങനെ ചെയ്തിരിക്കണം. കുറെ കാഴ്ചക്കാരൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് കാഴ്ചകള്. പിന്നെ ഇതൊന്നും നിക്കാത്ത സെറ്റപ്പാ. മീനൊക്കെ ഉണ്ട് കേട്ടോ. ആളെന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കി അടിപൊളി സാധനങ്ങൾ. 2-3 മീനൊക്കെ ഉണ്ട്. കുറേ മീനുണ്ട്. മീനിന്റെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ അവിടെ ആളിങ്ങനെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്മേ ആള് വെള്ളം ഓണായി കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വന്നിട്ട് ഇതിലേക്ക് വീഴണ പോലെ അങ്ങനെ റിപ്പീറ്റ് ആട്ടോ. ആൾക്ക് ആളെ സെറ്റ് ചെയ്യാൻ അടിപൊളിയാണ്. കുറേ ലവ് ബേർഡ്സ് ഉണ്ട്. കുറേ പക്ഷികളൊക്കെ ഉണ്ട്. ചെറിയൊരു കൂടാരം അവർക്ക് വേണ്ടിയിട്ട് അടിപൊളിയാണ്. 2 മുയലുണ്ട് കേട്ടോ. അതാ സെറ്റപ്പാ. ഇതാ അമ്മ അടിപൊളിയാ. പഴയ ടയറാണ് കേസ്. ഇതില് പൂവൊക്കെ വെച്ച് ചെടിയൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കി. ഇത് ഫുള്ളായി കഴിഞ്ഞാൽ അല്ലേ ഇവിടെ പഴയ സാധനങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും. നമ്മൾ അടിപൊളി കേട്ടോ. ഒരു ടയർമല്ല. നമുക്കിവിടെ കുറെ കാണാനുണ്ട്. എന്നാണ് നമ്മുടെ ഉനൈസ് ബോസ് പറയണത്. മനാഫിക്കിന്റെ വീട് ഞങ്ങള് വ്ളോഗ് ചെയ്ത് തകർക്കാണ്. എന്നാ പോവാ. പുതിയത് ഉണ്ടായിക്കൊണ്ടിരിക്കണ നമ്മള് പുതിയത് ഉണ്ടാക്കണ കൂട് കണ്ടേ. വീടിന്റെ ഫ്രണ്ടിക്ക് തന്നെ കുറെ കാണാം കേട്ടോ. ചെടികളും കാര്യങ്ങളൊക്കെ അടിപൊളിയായി സെറ്റപ്പ് ആക്കിയിരിക്കണ ആളെ. പുറത്തു പോയില്ല. ഇല്ല കിട്ടിയില്ല. അത് നമ്മള് കണ്ടിട്ടില്ല. ഇനിയില്ലല്ലോ. സൂം ചെയ്തൊന്നും കാണൂല. ഇങ്ങോട്ട് തിരിച്ചാളാ. അവിടെ ലെയർ അടിക്കണ്ടേ. ഇത് കൂടാരുണ്ടാക്കിയ ഇതൊക്കെ അടിപൊളിയാ. നമ്മ തെറ്റേ നമുക്ക് വീട്ടിലേക്ക് കയറി വരുമ്പോ തന്നെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഫുള്ള് പച്ചപ്പിന്റെ ഒരു മനോഹരത നിറഞ്ഞ അടിപൊളിയായിട്ട് സെറ്റപ്പ് ആയിരിക്കണം. ആളൊരു എന്താ പറയാ
അടിപൊളിയല്ലേ? പ്രകൃതി സ്നേഹിയാണ് കേസ്, അതാണ് അങ്ങനെ. വീട്ടിൽ തന്നെ ഞങ്ങളെ ഫ്രണ്ടൊക്കെ കാണുന്നുണ്ടോ, ഫുള്ള് ചെടി, ഈ ഒരു സൈഡ് ഫുള്ള് ചെടിയും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വന്നിട്ടോ. കുറേ പലഹാരങ്ങളൊക്കെ ഉണ്ട്. മനാഫിൻ്റെ വിരുന്നാണ് അടിപൊളിയാക്കി ഇട്ടാ. അതാണ് മലപ്പുറത്തെ ഞങ്ങൾ ചായ കുടിക്കാൻ വന്നുള്ള കാഴ്ചകളാട്ടാ. എല്ലാവരും ഇരിക്കുന്നുണ്ട്, അടിപൊളിയാണ്. ഇനി ഞങ്ങൾ ചായ കുടിച്ചിട്ട് അടുത്ത ട്രിപ്പിന് പോവാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ കാഴ്ചകളാണ് കേട്ടാ. അച്ഛന്മാരെ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബോസിന്റെ വീട്ടിൽ നിന്ന് മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങാണ്. അവിടെ പോയിട്ട് നമ്മളിനി ഫുള്ള് കോമഡിയാണ് കേസ്, ഞാൻ വ്ളോഗ് ചെയ്യണ കണ്ട് ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി നേരെ പോണത് ബീച്ചിക്കല്ലേ? ഏത് ബീച്ചിക്കാണ്? ചാലിയം ബീച്ചിക്ക് പോകണ കേസ്. അപ്പൊ അടിപൊളി കാഴ്ച അവിടെ എത്തിരിക്കാറ്. ബുധനാഴ്ചകളിൽ വീഡിയോ വരും. അപ്പൊ പോണു, ബൈ. ശരി ശരി, ചായ തന്നെ, താങ്ക് യു. മച്ചാന്മാരെ നമ്മൾ പറഞ്ഞ ബീച്ചിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം വരുന്ന കാഴ്ചയിൽ തന്നെ കുറേ അധികം മനോഹരമായ കുറേ ബോട്ടുകളൊക്കെ അടുക്കി വെച്ചിട്ടാണ്, ഒരു രക്ഷയില്ല കേട്ടാ. അപ്പം നമുക്ക് ഇനി മുന്നോട്ടുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ തന്നെ മതിയായ കാഴ്ചയാണ്. ഇനിയിപ്പോൾ അങ്ങ് കടലിൽ വരുന്നുണ്ട്, അടിപൊളിയായിരിക്കും, നമുക്ക് കാണാം ഗൈസ്. അങ്ങനെ നമ്മളിപ്പോൾ ആ ബീച്ചിലെത്തിയിട്ടുള്ള കാർ ഇവിടെ പാർക്ക് ചെയ്യണം. കുറച്ചും കൂടി നമുക്ക് ഫ്രണ്ടിലേക്ക് നടന്നു പോകേണ്ടിട്ട് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നോക്കാം. ഇവിടെ ഫുള്ള് മീൻ മാർക്കറ്റിങ് കാര്യങ്ങളൊക്കെ കേട്ടോ, നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പുറത്ത് വലിയ പുഴ പോലത്തെ ഒരു സംഭവമാണ്, ഒരു രക്ഷയില്ല. നമുക്ക് പോയി നോക്കാം കാഴ്ചകൾ. അങ്ങനെ നമ്മളിപ്പോൾ മറ്റേ ബീച്ചിൻ്റെ സൈഡിലൂടെ ഇവിടെ വലിയ പുഴയും കാര്യങ്ങളും, കുറേ ബോട്ടിങ് ഫിഷിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടെ ലേലം വിളി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ മാർക്കറ്റിൽ കൂടെ ഒന്ന് ചെറുതായിട്ട് നമുക്ക് നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ ലേലം വിളി കാര്യങ്ങളൊക്കെ സെറ്റപ്പായിട്ട് അറിയൂട്ടാ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അവിടെയൊക്കെ മീൻ കട്ടിയുന്ന കുറേ ഷോപ്പ് കാര്യങ്ങളൊക്കെ അവർക്ക് എക്സ്പോർട്ട് ആവില്ല, മീൻ കട്ടിയാനും കാര്യങ്ങൾക്കൊക്കെ. യെസ്, ഇവിടെ ഒരു മീനിൻ്റെ പ്രത്യേക മണവും കാര്യങ്ങളൊക്കെ ആയിട്ടാട്ടോ ഉള്ള ബോട്ടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ. ആകാശമൊന്നും ഒരു രക്ഷയില്ല, മതിയായ കാഴ്ച കണ്ടാ, അടിപൊളിയല്ലേ. ഇവിടെ കുറേ ഫ്രിഡ്ജിൻ്റെ പഴയ സാധനങ്ങളൊക്കെ, മീനൊന്നും കേടുവരാതിരിക്കുക ഇടാനുള്ള ഐസും കാര്യങ്ങളൊക്കെ ആട്ടാ. ഇവിടേക്ക് അതാ ഫുള്ള് മീനൊക്കെ വെച്ച് ഒരു രക്ഷയില്ലതാ, വലിയ വലിയ സാധനങ്ങളാണ്. ഇവിടെ ഫുള്ള് മീനിൻ്റെ കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വാക്കുകാർക്ക് അടിയൊക്കെ പോവാം. നല്ല ഫ്രഷ് മീനുകളാട്ടാ കാണുന്നുണ്ടതാ, ഫുള്ള് ഫ്രഷ് മീനാ. ഇവിടെ കടൽ ഏത് ഭാഗത്തേക്കാണ്? കടൽ കുറച്ച് അപ്പുറത്തേക്കാണ്, നമുക്ക് അങ്ങോട്ട് നടക്കണം. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു കാഴ്ച കേട്ടോ. ഇവിടെ മെയിൻ ഫിഷിൻ്റെ മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഉള്ളത്. കുറേ ഇഷ്ടം പോലെ ബോട്ടാണ്. നമ്മൾ ആ ഒരു ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ ബോട്ടാണ്. ഒരു ബോട്ടിൽ പോകണുണ്ടോ, ബോട്ടിലെ ആൾക്കാർ അങ്ങ് പോവാണ് അവർ, അതാ ഫാസ്റ്റിലത്. യെസ്, ഇവിടെ മീൻ കച്ചവടം ലേലം വിളി നടക്കാട്ടാ, മതിയായതാണ്. ഈ മീൻ കണ്ടോ നിങ്ങളെ, അടിപൊളിയാണ്. നിങ്ങളിത് കാണണ്ട, അവിടെ ഇതൊരു ഐസ് പൊടിക്കുന്ന മെഷീനാട്ടോ. അവർ വലിയ അവിടെ ആ ഒരു കാണുന്നുണ്ടോ, അതൊന്ന് വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് ജസ്റ്റ് ഈ മെഷീനിലിട്ടുകൊണ്ട് ഇവരിങ്ങനെ അടിച്ചെടുത്ത് പൊടിച്ചിട്ടാണ് മീനിനൊക്കെ ഇടുന്നത് കേട്ടോ. നേരത്തെ പോയി അടിപൊളിയായി കഴിച്ചാൽ, പക്ഷേ സൗണ്ട് ഭയങ്കരമാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ അധികം നിൽക്കില്ല. നമ്മുടെ ടീം അവിടെ നടന്ന് പോയിക്കൊണ്ടിരിക്കട്ടോ. അപ്പം നമ്മൾ നേരെ ഇങ്ങനെ കയറിയിട്ട് ആ റോട്ടിലേക്ക് തന്നെ തിരിച്ച് കയറിയിട്ടാണ് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോവുക. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അവിടെ വലിയ ട്രക്കൊക്കെ നിങ്ങൾ നിൽക്കുന്നുണ്ടല്ലേ, ഇതിലൊക്കെ അടുത്ത ഐസ് ഓടിക്കാൻ മെഷീൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇവിടെ ട്രക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ സാധനമൊക്കെ കയറ്റിയിട്ടൊക്കെ നമ്മുടെ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകണം കേട്ടോ. അതേ കാഴ്ചയാണ്, ഫുള്ള് മീനിൻ്റെ ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾ ഈ ട്രേ കാണുന്നുണ്ട്, അതൊക്കെ ഫുള്ള് മീൻ നിറച്ച് വെച്ച കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ നേരെ ബീച്ചിലേക്ക് പോകണേ. ബീച്ചിൽ പോയിട്ട് ബീച്ചിലെ കാഴ്ചകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാട്ടോ. അവിടെ നിൽക്കാൻ കഴിയില്ല, മീനിൻ്റെ അമ്മാതിരി സ്മെല്ലാണ്. അടിച്ചങ്ങ് കയറും മൂക്കിക്ക്. നമ്മൾ കാർ നേരെ ബാക്കിൽ നിർത്തി നമ്മൾ മീൻ മാർക്കറ്റിൽ പോയത് ഈ സൈഡാട്ടോ. അപ്പോൾ അവിടെ നേരെ ഇങ്ങോട്ട് കയറി ഞങ്ങളെല്ലാവരും കൂടെ ഇപ്പോൾ ഇങ്ങനെ ബീച്ചിൽ നടന്നുകൊണ്ടിരിക്കുക. ഫ്രണ്ടിലെ കാഴ്ചകളൊന്നും ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. കൂളിംഗ് ഗ്ലാസ് നമ്മുടെ ബൂസിൻ്റെയാണ്. അപ്പോൾ നമ്മൾ അത് ഇങ്ങോട്ട് റെഡി ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇനി നേരെ പോണ വഴിയിലെ കാഴ്ചകൾ ഒരു രക്ഷയില്ല. അതല്ല ജങ്കാറ് നിങ്ങൾ വലിയ ട്രക്കൊക്കെ കയറ്റിയിട്ട് പോകണം, വലിയ കപ്പലില്ലേ, അതിൻ്റെ ജങ്കാറ് എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കൂടെ ഉണ്ട് ഇവിടെ, അടിപൊളിയാണ്. ബോട്ടുകളൊക്കെ ഇങ്ങനെ പോകുന്നത്. ഏത് ആ ഭാഗം? കോഴിക്കോട് ഗൈസ്. അപ്പോൾ നമുക്ക് ആ കാഴ്ച ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ആ കാണുന്നുണ്ടോ, ആ ഒരു ഭാഗം ഫുള്ള് കോഴിക്കോടാണ്. ഇതിൻ്റെ അപ്പുറം മലപ്പുറം. വല്ലാത്തൊരു ഫീൽ തന്നെ. ഇവിടുത്തെ ഒരു അടിപൊളി വിഷ്വൽസ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, ഈ കാണുന്ന ഫുള്ള് മീനാട്ടോ. ഇതുമേ മതിയായ മീനാണ്.
മീനൊക്കെ പിടിച്ചിട്ട് പോവാണ്. എല്ലാം നീങ്ങുന്നുണ്ട്. അതാ കൊടിയൊക്കെ ഒരു ഗ്രൂപ്പിന്റെ കൊടിയത്. നിങ്ങൾ ആ ഒരു ഭാഗം കാണണ്ട, അത് കോഴിക്കോടാണ്, ഇത് മലപ്പുറവും. അതവിടെ അല്ല, കോഴിക്കോട് ജില്ലയിൽ പെട്ടല്ലേ അത് കാണുന്നത്, കോഴിക്കോട് ജില്ലയിൽ പെട്ടാട്ടോ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ മുന്നോട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇനി മുന്നോട്ട് കുറച്ചും കൂടെ നടന്നാൽ ബീച്ചും കാര്യങ്ങളൊക്കെ. ഇന്ന് ഞായറാഴ്ചയായിട്ട് പൊതുവെ നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇനി കച്ചവടക്കാരൻ്റെ തിരക്ക് കാര്യങ്ങൾ, അതുകൂടാണ്ട് ഇത് കാണാൻ വരുന്നവരുടെ തിരക്ക്, മൊത്തത്തിൽ ടോട്ടലി തിരക്കാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ടീമാണ് ഈ പോകുന്നത്. വണ്ടികളൊക്കെ ഫുള്ള് ജാമായിട്ടുള്ളത്. ഞങ്ങൾ അതുകൊണ്ട് പ്ലാൻ ചെയ്ത് കാർ അവിടെ തന്നെ നിർത്തിയിട്ട് ഇങ്ങോട്ട് വന്നേ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലേ, അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ബാക്കിൽ നിൽക്കണ കാണുന്ന വണ്ടികളൊക്കെ ഇല്ലേ, അതൊക്കെ ഇവിടെ നിന്ന് കയറ്റിയിട്ട് നിങ്ങൾ കാണണ്ട. അപ്പുറത്ത് അക്കരയ്ക്ക് കൊണ്ടുപോകും. അക്കരയിൽ നിന്ന് കുറേ വണ്ടി കയറ്റി ഇക്കരെ അങ്ങനെ അതിന് വേണ്ടി നിർത്തിയിട്ടാട്ടോ. ഇവിടെ നിന്ന് പോണ വഴിയൊന്നും ഒരു രക്ഷയില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്രീ ആയി, വിശാലമാണ്, വലിയ തിരക്കൊന്നുമില്ല. നമ്മൾ പോണ വഴി നമ്മൾ അതിൻ്റെ ആ അറ്റം വരെ പൂട്ടും. ഒരുപാട് നടക്കാണ്ട് നമുക്ക് ഈ കാണുമ്പോൾ ഇത്ര അടുത്ത് നിന്നൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ അങ്ങോട്ട് ഒരുപാട് നടക്കാണ്ട്. നമ്മുടെ ടീം ഇങ്ങനെ സംസാരിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്. ആകാശമൊന്നും ഒരു രക്ഷയില്ല, കാര്യമായിട്ട് വെയിലില്ല, എന്നാലും അടിപൊളിയാണ്. ഇത് പാലം എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഈ ഇവിടെ കണ്ടോ, ഒരു നടുക്ക് നിറയെ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ ഇരുമ്പിൻ്റെ. ഇതെന്തായിരുന്നു നേരത്തെ ഈ കാണുന്നത്? ആ പോയി ഇത് പണ്ടത്തെ എന്തെങ്കിലും ഇല്ലേ? ഇത് അതും അതന്നെ ആവും കേസ്. ഞങ്ങൾ മന്ദം കടലേക്ക് നിങ്ങൾ അങ്ങ് ദൂരെ ഒരു ഇത് കാണുന്നുണ്ട്, ഒരു തടാകം പോലെ അല്ലെങ്കിൽ ഒരു കെട്ട്. അതിൻ്റെ അപ്പുറം ഫുള്ള് അങ്ങോട്ട് പിന്നെ കടലാണ് കേട്ടോ. നമുക്ക് ആ ഒരു കോഴിക്കോട്, ഇത് അപ്പുറം കാണുന്ന കോഴിക്കോടാണ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് വരികയാണെങ്കിൽ അങ്ങനെ അറ്റം വരെ ഈ വെള്ളത്തിൻ്റെ ഇടയിൽ കൂടെ ആ പാലത്തു കൂടെ ഇങ്ങനെ നടക്കാൻ കഴിയും. അടിപൊളിയാണ്. അപ്പോൾ നമ്മളിനി കോഴിക്കോട് നമ്മൾ പോകണില്ല, നമ്മൾ മലപ്പുറത്തേക്കാണ് വന്നത്. അപ്പോൾ മലപ്പുറത്തെ കാഴ്ചകൾ കാണാം. കോഴിക്കോട് നമ്മൾ ഇനി ഒരു ദിവസം പോകുന്നതായിരിക്കും. ഈ ഒരു ഭാഗത്തൊക്കെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. വണ്ടികളൊക്കെ വന്ന് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു, പക്ഷെ നമ്മൾ ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാന്ന് വിചാരിച്ചിട്ട് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാണ്ടിരുന്നത്. ഇതൊക്കെയാണ് കേസ്. ഇങ്ങനെ വിശാലമായി ഇങ്ങനെ നീണ്ടു കിടക്കാണ്. നമ്മൾ ഇതിന്റെ ഒത്തൂടെ ഇങ്ങനെ നമുക്ക് അടിച്ചു പോയി ഗൈസ് വാച്ച്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അങ്ങ് അല്ലേ വൈകുന്നേരത്താണല്ലോ എന്താ കടലിനെ കാണാൻ ഭംഗി, സൂര്യന്റെ അസ്തമയും കാര്യങ്ങളൊക്കെ ആയിട്ട്. നിങ്ങൾ എൻ്റെ സ്നേഹതീരം വീഡിയോ കണ്ടില്ലെങ്കിൽ ഞാൻ മുകളിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക, നിങ്ങൾ കയറി നോക്കി. അടിപൊളിയാണ്. അപ്പം ഞങ്ങളിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോണ വഴിയിൽ അടിപൊളി കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകട്ടോ മച്ചവരെ. അപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടോ. അവിടെ കുറേ വെഡ്ഡിങ്ങിൻ്റെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു രക്ഷയില്ല. അപ്പോൾ അടിപൊളി സ്ഥലമാണ്. കാരണം ഈ ഒരു ക്ലൈമറ്റ് നിങ്ങൾ നമ്മൾ നടക്കുന്ന വഴി നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അങ്ങ് വിശാലമായി അങ്ങ് നീണ്ട് നിവർന്ന് കിടക്കണേ. ഈ എത്ര 1 കിലോമീറ്റർ അത് അവിടെ നമ്മൾ വണ്ടി നിർത്തി അവിടെ ഈ കാണുന്ന പാലം മാത്രമല്ലേ, ഈ ഒരു പാലം മാത്രം നമുക്ക് നടക്കും 1 കിലോമീറ്റർ ദൂരം എന്നാ പറഞ്ഞാൽ. അതുപോലെ തന്നെ ആ ഒരു സൈഡും ആ 1 കിലോമീറ്റർ ദൂരം കടലിന് അങ്ങോട്ടേക്ക് ഇട്ടിരിക്കാനേട്ടാ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. കുറേ ചേട്ടന്മാർ ഇതിൻ്റെ സൈഡൊക്കെ നിന്നിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു കാര്യങ്ങൾ. അതുപോലെ വെഡ്ഡിങ് ഷൂട്ടിനൊക്കെ അടിപൊളി. ഷൂട്ടിങ്ങൊക്കെ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാട്ടോ. അങ്ങനെ വിശാലമായി കിടക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം എനിക്ക്. വരെ നമ്മളിനി ഇവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലോങ്ങാണ്. അപ്പോൾ ഒരു സിനിമനെ പോലെയാണ്, ഒരു എപ്പിസോഡാണ്. കാരണം 1 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ അവിടെ എത്തിയിട്ട് അവിടുത്തെ ആ ക്ലൈമാക്സ് അറ്റൊത്തൂല്ലേ, അപ്പോൾ അവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. മച്ചവനെ നിങ്ങൾ കാണുന്നുണ്ട് ഇവിടെ പണ്ടൊരു പോർച്ചുഗീസുകാരൻ്റെ ഒരു കോട്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി പത്രമാണ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അവരെ ഇവിടെ പണ്ട് പോർച്ചുഗീസുകാരൻ്റെ ഒരു കോട്ടയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. പക്ഷെ അവർ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ഡീറ്റെയിൽസ് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരു ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന എന്താ പറയാ ഒരു പ്രദേശം കൂടെയാണിത്. ഈ ഒരു കാലൊക്കെ കാണുന്നുണ്ട്. ഈ ഒരു തൂണൊക്കെ കൊട്ടാരത്തിന്റെ ഒരു ഭാഗമായിട്ടാണെന്ന് അവർ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു സൈഡ് ഫുൾ അങ്ങനെ അവരുടെ ഇതും കാര്യമാണ്. പിന്നെ അവിടെ അങ്ങ് ദൂരെ ലൈറ്റ് ഹൗസ് കാണുന്നുണ്ട്.
അപ്പോൾ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് ഇങ്ങനെ നടക്കുകയാണ്. മുന്നോട്ടുള്ള അടിപൊളി കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു രക്ഷയില്ല, എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചയാണ് ഈ കടൽ തീരങ്ങളും. അതുപോലെ ഇങ്ങനെ നമ്മുടെ നോക്കത്താ ദൂരത്ത് കിടക്കുന്ന എല്ലാ വസ്തുക്കളും മനോഹരമാണ്, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. കാരണം ഇനിയും നമുക്ക് നടക്കാനുണ്ട്, 1/2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. ഇതേ വണ്ടിയും കൊണ്ടൊക്കെ വരാം കേട്ടോ. ഫോട്ടോഷൂട്ടിനൊക്കെ വന്ന് അടിപൊളിയായിരിക്കും, ഒരു രക്ഷയുണ്ടാവില്ല. ഗൈസ് നിങ്ങൾ ആ കാണുന്നുണ്ട, ആ കാണുന്ന ഒരു മീനാട്ടാ, അതിവിടെ ഇങ്ങനെ പൊന്തുന്ന കണ്ട വലിയൊരു മീനാണ്. അത് കുറേ നേരം അവിടെ കിടന്ന് ഇങ്ങനെ മറിയാൻ തുടങ്ങിയിട്ട് അതിയായ വലിപ്പമുള്ള ഒരു ഡോൾഫിനെ പോലെയൊക്കെ പോലെ തോന്നുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. അത് കുറേ നേരമായിട്ട് അവിടെ കിടന്ന് ഇങ്ങനെ മത്സരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ ഇനിയും മുന്നോട്ട് പോകാം. ശ്രീകുട്ടൻ അതിമനോഹരമായി നിരീക്ഷിക്കേണ്ട കൂട്ടോ കണ്ടപ്പറ. ഗൈസ് നമ്മൾ അപ്പോഴേ ഒരു ചരിത്രം പറഞ്ഞു നിർത്തിയില്ലേ, ആ ചരിത്രത്തിന്റെ ബാക്കി നമ്മൾ നടന്നപ്പോൾ ഒരു 200 മീറ്ററോളം നടന്നിട്ടുണ്ട്. അപ്പോൾ വലിയ കോട്ടയാണ്, ഇവിടെ വരെ അതിന്റെ കാല് കാണുന്നുണ്ട് കേട്ടോ. അതാണ് ശ്രീകുട്ടൻ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇനി മുന്നോട്ട് പോകണേ. നമ്മുടെ ബോസൊക്കെ എല്ലാവരും ഫ്രണ്ടിലെത്തി, അവരൊരു ഓളത്തിൽ അങ്ങ് നടന്നങ്ങ് പോയി. ഇനിയിപ്പോൾ നമ്മൾ അവിടെ എത്തണം, അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഞാൻ ഇവിടെ എത്തി തിരിഞ്ഞു നോക്കിയത് കണ്ടേ, നമ്മുടെ ആകാശവും പ്രകൃതിയൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. മതിയായ ബ്ലൂ കളറും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിന്. നിങ്ങൾ ഈ ഒരു സൈഡ് കാണാണ്ട, നമുക്ക് ഈ ഒരു സൈഡിലൂടെ നമുക്ക് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ പിന്നെയും വേറെ ബീച്ചിൻ്റെ സൈഡ് മണലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കേട്ടോ. പക്ഷേ ഈ ഒരു സൈഡിലേക്ക് ഫുള്ള് ഇതുപോലെ ബീച്ചിൻ്റെ സൈഡ് കാര്യങ്ങൾ നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാം. ഇനി നമ്മൾ പോണത് നേരെയാണ്. നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് കാണണ്ട. അതുപോലെ നമ്മൾ കടലിൻ്റെ അല്ല കരൻ്റെ അല്ലാത്തൊരു സിറ്റുവേഷൻ നമുക്ക് നിൽക്കാൻ കഴിയും. അപ്പോൾ ആ കാഴ്ച അതായത് ഈ പാലം ഇങ്ങനെ കടലിൻ്റെ ഉള്ളിലേക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു അറ്റം വരെ നമുക്ക് പോവാം. കാരണം ഇങ്ങോട്ട് നമ്മൾ നേരത്തേക്ക് പോയിട്ടുണ്ട്, ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോയിട്ട് ആ കടലിൽ നിൽക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. തിരിഞ്ഞു നോക്കുമ്പോൾ കര അങ്ങ് അകലെ, അതുപോലെ കടലാണ് അങ്ങ് അറ്റം വരെ കിടക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പോയിട്ട് അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്താണെന്ന് നോക്കട്ടോ. മതിയായ പൈനാപ്പിള്, മാങ്ങ അല്ല പപ്പായ, മാങ്ങ, ക്യാരറ്റ്, ഇതൊരു മാങ്ങ, അടിപൊളിയാ കുറേ ഉണ്ട്. അപ്പൊ നമ്മള് വരുമ്പോ തിന്നാന്നുള്ള പ്ലാൻ. എനിക്കിത് മേടിച്ചതാ കേട്ടോ. സെബി നമുക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോഴേ ഇതിലെങ്ങനെ വാങ്ങിട്ട് അങ്ങനെ പോവാം. അവിടെ ഇങ്ങനെ തിരി അടിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. കുറെ ഇഷ്ടം പോലെ ആളുണ്ട് കേട്ടോ, അത്യാവശ്യം ആളുണ്ട്. അടിപൊളിയാണ് എന്തായാലും അല്ലേ. യെസ്, നോക്കത്താ ദൂരത്ത് കിടക്കുന്ന മനോഹരമായ കടല്, അതിൽ കുറേ തിരമാലകളും, അവിടെ കുറേ ആൾക്കാർ കളിക്കുന്നു. ഇവിടെ ഞങ്ങളിരുന്ന് കടലിനെ ആസ്വദിക്കുന്നു. എല്ലാവരും ഉണ്ട് കേട്ടോ, ചെമ്മക്കാർ എല്ലാവരും ഉണ്ട്, കുറേ പേരുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കടലിനെ കുറച്ച് നേരം ആസ്വദിച്ച് കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തിന്നിട്ട് നമ്മൾ നേരെ അറ്റത്തേക്ക് പോകണമായിരിക്കും. എന്നിട്ട് അറ്റത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. മച്ചാന്മാരെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സ്നാക്സൊക്കെ കഴിഞ്ഞു, കുറച്ച് ദൂരം നടന്നു. ഇനിയും നടക്കാനുണ്ട്. നമ്മൾ കുറേ ദൂരം നടന്നു കേട്ടോ. എന്നിട്ട് എത്തുള്ളൂ. ഞങ്ങൾ അങ്ങ് അകലെ അവിടെ ഒരു ചെറിയ ഇത് കാണും, ഒരു ലൈറ്റിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട. അവിടെ എത്തണം ഇനി നമുക്ക് അതിൻ്റെ എൻഡിങ്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛന്മാരെ നമ്മളങ്ങനെ കുറച്ച് ദൂരം നടന്നു കേട്ടോ. അത് ഇവിടെ നിന്ന് അതിൻ്റെ പാലത്തിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് കല്ലിട്ട പോലത്തെ പാത കേട്ടോ, കുറച്ച് ഓഫ് റോഡ് പോലത്തെ സംഭവമാണ്. അപ്പോൾ നമ്മൾ ഇനി മുന്നോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. പക്ഷെ നമ്മളങ്ങനെ കുറച്ചും കൂടെ നടന്ന അതിൻ്റെ ആ എൻ്റെ പോർഷനിലെത്തുക. അപ്പോൾ ഇവിടുത്തെ ഇങ്ങനെ പാസാറൊക്കെ കാണുന്നുണ്ട്. കടലടിച്ചിട്ട് ഇവിടുത്തെ പാസാറൊക്കെ കാണുന്നുണ്ടോ. മതിയായ കളറാട്ടോ, ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഇങ്ങനെ ഈ സൈഡ് ഫുൾ അങ്ങോട്ടുണ്ട്, ഇങ്ങോട്ടും അതുപോലെ കേട്ടോ. ഒരു ഡാർക്ക്നെസ്, അതേ വെള്ളം നനഞ്ഞാൽ അവിടെ ഒരു ഡാർക്ക്നെസ്സും ഡ്രൈ ആയ അവിടെ ഒരു ചെറുത് കണ്ടോ, അങ്ങനെ കയറി വരിക വെള്ളം അടിക്കണങ്ങിട്ട്. മതിയായ കളർ, ഒരു രക്ഷയില്ല. നല്ല അട്രാക്ഷൻ, ഈ പച്ച കളറ് നല്ല അട്രാക്ഷൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ മുന്നോട്ട് പോവാണ്. അവിടെ പോയിട്ട് എൻ്റെ ഇതുപോലെ തന്നെ ചുറ്റും കടൽ. ഇപ്പം ഇവിടുന്ന് കാണുന്ന ഒരു വ്യൂ തന്നെ ആയിരിക്കും അവിടെ. ഈ ഒരു പാത ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കൂടെ നോക്കട്ടോ. അവരവിടെ നിന്ന് വരുന്നുള്ളൂ. ഇവിടെയും കുറേ പേര് മീൻ പിടിക്കാനൊക്കെ ഇരിക്കുന്നു. രക്ഷയില്ലാത്ത അവർ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ കടലിൻ്റെ ഏകദേശം ഉള്ളിലോട്ടാണ്. അപ്പോൾ അത്യാവശ്യം മീനൊക്കെ കിട്ടും, അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരിവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ കേസ് നമ്മൾ ഇതിൻ്റെ എൻഡ് പോർഷനിൽ അങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ എൻഡ് പോർഷൻ, കാണുന്നുണ്ട്. ഈ ഒരു തൂണാണ് ഇതിൻ്റെ എൻഡ്. നമ്മൾ വന്ന വഴി ഞങ്ങൾക്ക് കാണിച്ചു തരാം, അടിപൊളിയാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് സൂര്യപ്രകാശം ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്ക് ഡിലേ ആവുന്നത്. വെളിച്ചം ശരിക്കും ക്യാമറ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. വെളിച്ചമായിട്ട് ഫോണിൽ നിന്ന് താഴെ വീണിട്ട് ഫോണിൻ്റെ മുകളിൽ നിന്ന് 3 കുത്ത്. ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം.
അപ്പോൾ ഞങ്ങൾ അവസാനം ഇപ്പോൾ ഇതിൻ്റെ എൻ്റെ പോർഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇനി ഇവിടെ ഇതിൻ്റെ എൻ്റെ പോർഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്, ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ സൂര്യ അസ്തമയം വരെ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ടൈം ലാപ്സ് കാണിച്ചു തരാം. ഒരു രക്ഷയുണ്ടാവില്ല, അടിപൊളിയായിരിക്കും. അങ്ങനെ ഇതിവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ കല്ല് കിടക്കുന്നുണ്ട്, ഇങ്ങനെ വിശാലമായി കിടക്കട്ടെ, അടിപൊളി. ആ ഒരു ഭാഗത്തൊക്കെ കാണുന്നതാണ്. അവിടം വരെ ഇങ്ങനെ എന്താ പറയുക കരയാണ്. പിന്നെ അവിടെ കുറേ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളൊക്കെ നമുക്ക് ഇവിടെ ദൂരത്ത് നോക്കുമ്പോൾ കാണുന്നുണ്ട്. അങ്ങനെ വിശാലമായി കിടക്കുക. ആണ് വേണ്ട, നമ്മളാ വന്നത് ആ ഒരു ഭാഗത്തു നിന്നാണ്. അവിടെ നിന്നൊക്കെയാണ് നമ്മൾ കയറി വന്നത്. പിന്നെ ഈ കാണുന്നത് കോഴിക്കോട്ട് നിന്ന് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് അപ്പുറത്ത് കിടക്കാൻ കഴിയും. കോഴിക്കോട്ട് നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ അറ്റം വരെ എത്താം. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടേക്ക് ഇങ്ങനെ തിരമാലകൾ അടിച്ചു കയറുന്നുണ്ട്. ആ ഒരു പാസാറിൻ്റെ ഇതൊക്കെ ഉണ്ടോ, അടിപൊളിയാണ്. എൻ്റെ മോനെ മതിയായ തിരിയാട്ടെ കേസ്, ഒരു രക്ഷയില്ല. നല്ല എന്താ പറയുക, നല്ല ആഴമുള്ള കടലാണെന്ന് തോന്നുന്നു. അടിപൊളിയായിട്ടുണ്ട്, വേറെ ലെവൽ. അപ്പോൾ ഇതൊക്കെയാണ് കേസ് ഇവിടുത്തെ വിശേഷങ്ങൾ. നല്ല തണുത്ത കടലിങ്ങനെ കാറ്റത്ത് അടിച്ചിട്ട് അതിൻ്റെ തിരി ഇങ്ങനെ വരുന്നു. എൻ്റെ മോനെ മച്ചന്മാരെ അങ്ങനെ ഞങ്ങളിവിടെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒരേ ഫോട്ടോ എടുക്കുക, ഫോട്ടോ ഒന്നും ഒരു രക്ഷയില്ല. ബാക്ക്ഗ്രൗണ്ട് അതുപോലെ കടൽ ഇവിടെ എന്നാ പറയുക, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ മതിയായ സെറ്റപ്പാട്ടാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഞങ്ങളിവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് ഇപ്പോൾ അവിടെ പോയി കുറച്ച് നേരം കൂടെ സൺസെറ്റ് പറ്റിയാൽ കാണണം. അവിടെ പോയിട്ട് അതിനോട് ചോദിക്കണം പ്ലാൻ, ഇപ്പോൾ നമ്മൾ പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കണം. എന്നാലേ അവിടുത്തെ അടിപൊളി സൺസെറ്റ് നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അവർ അതിനുള്ള ഇതും കൂടി ചോദിച്ചിട്ട് അവർ ഇന്ന് പോകണില്ല എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ തിരമാല നോക്കി കണ്ടാ മതിയായ നല്ല തണുത്ത് അങ്ങനെ തിരമാല അടിച്ചിട്ട് ആ വെള്ളം ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ വന്ന് അടിപൊളിയാണ്. പിന്നെ ചില സമയത്ത് നല്ല അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ എന്താ പറയുക ഈ ബീച്ചിലെ കുറച്ച് വിശേഷങ്ങൾ. ഇപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങും, ബാക്കി എന്തെങ്കിലും നമുക്ക് തിരിച്ച് പോയിട്ട് കാണാത്ത തിരമാല ഇങ്ങനെ വലുത് അടിച്ചുകൊണ്ടേയിരിക്കും, ഒരു രക്ഷയില്ല, മതിയായ തിരമാല. അല്ല ഈ ഒരു ഭാഗത്തേക്ക് അധികം തിരമാല വരില്ല, കാരണം ഇവിടെ വലിയൊരു കെട്ട് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഒരു ഭാഗത്താണ് തിരമാല കൂടുതൽ വരുന്നത്. പിന്നെ ഇവിടെ അങ്ങോട്ട് വിശാലമായി കിടക്കണം. അപ്പോൾ ഇതൊരു തിര വരുന്നുണ്ടോ, ഇപ്പോൾ ചില സമയത്തൊക്കെ മതിയായ തിരയായിരിക്കും. അപ്പോൾ അടിപൊളിയായിട്ട് ഇങ്ങനെ കാണാം നമുക്ക്. മച്ചന്മാരെ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. ഇവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അവരതാണ് നടന്ന്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളും എല്ലാം ഇങ്ങനെ നടക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് പോണ വഴിയിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് കാഴ്ചകളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നമ്മൾ കാർ ഫുള്ള് സപ്പോർട്ടാണ് എല്ലാവരും. അതാണ് ഏറ്റവും എനർജറ്റിക് ഫീൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും സപ്പോർട്ടാണ്. ആർക്കും ഒരു മടിയൊന്നുമില്ല. വീഡിയോ എടുക്കാൻ തകർക്കുന്നൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ഒരു ബീച്ചിലേക്ക് വന്നാണ് വീഡിയോ എടുക്കാൻ പറഞ്ഞത്. പിന്നെ ഞാൻ ഒന്നാമത് പാലക്കാടാണ്. അപ്പോൾ കാഴ്ചകളൊക്കെ കാണണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ അങ്ങനെ കൊണ്ടുവന്നാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ കാറിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം. ഇടയിൽ എന്തെങ്കിലും മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം കേട്ടോ. ഗൈസ് നിങ്ങൾ ഈ കാണുന്നുണ്ട്, അത് കോഴിക്കോട് ടൗണിലേക്ക് പോണ വണ്ടി കേട്ടോ, ജങ്കാർ എന്നാ പേര്. അപ്പോൾ അവർ എല്ലാവരും ഇപ്പോൾ വണ്ടി ഇതിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടികളെല്ലാം കയറ്റുന്നു, അപ്പുറത്ത് കൊണ്ടുപോകുന്നു, അവിടെ നിന്ന് വണ്ടി കയറ്റുന്നു, ഇപ്പുറത്തേക്ക് കയറ്റുന്നു. അതായത് എളുപ്പത്തിൽ നമുക്ക് ഈ പാലം കടക്കുക, അല്ലെങ്കിൽ നമ്മൾ കുറേ കറങ്ങിയിട്ടൊക്കെ വരണം. അപ്പോൾ അതിനുള്ള ഓപ്ഷനാണ് കേട്ടോ. ഇതിനാണ് ജങ്കാർ എന്ന് പറയാം. ഇത് കയറ്റുന്ന ഈ വണ്ടിനാണ് ജങ്കാർ എന്ന് പറയാം. കൊച്ചിൻ സർവീസാണ്, കൊച്ചിനാണ് ഈ സാധനം ഇവിടെ ഇറക്കിയിരിക്കണമെന്ന് തോന്നുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ കാറിലെത്തിയിട്ട് കാണാം കേട്ടോ. നമ്മളിപ്പോൾ കാറിലെത്തി, ഇനിയിപ്പോൾ വണ്ടി കയറുന്നു, നേരെ വിടുന്നു, നമ്മൾ അങ്ങോട്ട് പോകുന്നു, അവിടെ പോയിട്ട് ബാക്കി കാഴ്ചകൾ കിട്ടാം. ഞങ്ങളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു, ഞങ്ങളിനി പാലക്കാട്ടേക്ക് പോകാമെന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ റോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇത്രയും പേരാ പാലക്കാട്. ആളിപ്പോൾ നാട്ടിൽ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി ഞങ്ങൾ എല്ലാവരും ഉണ്ട്. സിമിറിക്കുണ്ട്, റേസിക്കുണ്ട്, പിന്നെ ഞാനുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം കഴിച്ചിട്ട് മെല്ലെ നേരെ പാലക്കാട് പോകും. പിന്നെ നാളത്തെ കണ്ടിന്യൂസ് വർക്ക് കാര്യങ്ങൾ. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ കാണാം. കഴിക്കുന്ന കേസ് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിക്കുന്നതാണ്. അപ്പോൾ മച്ചന്മാരെ അങ്ങനെ ഞങ്ങളുടെ മലപ്പുറത്തെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പം ഞാൻ എവിടെ ഉള്ളത് വെച്ചാൽ പാലക്കാട് റൂമിലാണ് ഉള്ളത്. ഇന്ന് വർക്കുണ്ട്.
അപ്പോൾ പരിപാടികളൊക്കെ ഗംഭീരമായിരുന്നു. കാരണം നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഔട്ട്രോ എടുക്കാന്നൊക്കെ പറഞ്ഞിരുന്നത്. ഔട്ട്രോ എടുത്ത് ഫുള്ളൊക്കെ കഴിച്ചത് ഫുഡൊക്കെ കഴിച്ചത് ഫുള്ള് ടയേർഡായി, തെറ്റായിരിക്കണ്ട. അങ്ങനെ ടയേർഡായ എല്ലാ ഫുള്ള് സീനായിരുന്നു. അങ്ങനെ വണ്ടിയിൽ കയറി ഇരുന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ അതിന് പാലക്കാട് എത്തി, പിന്നെ ഇവിടെ വന്ന് കിടന്നുറങ്ങി, പിന്നെ വ്യത്യാസമാണിത്. അങ്ങനെ വർക്കിന് കയറി, അങ്ങനെ അത് ഇതായിപ്പോയി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ മലപ്പുറത്തൊരു കൊച്ചു വിശേഷവും കാര്യങ്ങളൊക്കെ. ഇപ്പം ഞാൻ റൂമിലാണ് ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ് ഞാൻ തിരിച്ച്. അപ്പോൾ അതുവരെയ്ക്കും ബൈ ഗൈസ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സൈഡിൽ കണ്ട ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലും ഞാൻ ഇനി ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ബൈ ഗൈസ്, ഇനി കാണാം അടുത്തൊരു കിടിലം വീഡിയോയിൽ. ഗൈസ് ഫുട്ബോളെന്ന തിരക്കിലാണ് നമ്മുടെ നൗഫലിക്ക. മതിയായിട്ട് ആളാട്ടാ ഉള്ള യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്.